വൺ പീസ് വേൾഡിലെ പോണോഗ്ലിഫുകളെ പോലെ നമ്മുടെ പൂർവികന്മാർ നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളായും കല്ലിൽ കൊത്തിവെക്കപ്പെട്ട ശിലകളായും പ്രാചീന ഭാഷയിലുള്ള ചുമരെഴുത്തുകളായും ഇന്നും ലോകത്ത് നിലനിൽക്കുന്നു. അത് ഇന്നുള്ള മനുഷ്യന്മാർ ഒരുപാടെണ്ണം കണ്ടെത്തുകയും ഡീകോഡ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇനി വൺ പീസ് വേൾഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒഹാറയിലുള്ള കൂട്ടക്കുരുതിയിൽ നിന്ന് വഴുതി പോയിട്ടുള്ള 8 വയസ്സുകാരിയായ നിക്കോ റോബിന്റെ നിയോഗം പോണോഗ്ലിഫിന്റെ പിന്നിലുള്ള രഹസ്യങ്ങൾ കണ്ടെത്തുകയും അത് ലോകത്തോട് വിളിച്ചു പറയുകയുമാണെങ്കിൽ അതിലൂടെ നിക്കോ റോബിൻ പോണോഗ്ലിഫുകൾ കാത്തിരിക്കുന്ന സക്സസർ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഈജിപ്തിലുള്ള റൊസേറ്റ സ്റ്റോൺസും ഇറാനിലുള്ള ബഹിസ്റ്റൻ ഇൻസ്ക്രിപ്ഷനും നമ്മുടെ സ്വന്തം ഇന്ത്യയിലുള്ള അശോക് പില്ലറെല്ലാം അതിന്റെ സക്സസറെ കണ്ടെത്തിയിരിക്കുന്നു. കാരണം അതിനുള്ള രഹസ്യങ്ങളെല്ലാം ഡീകോഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. പക്ഷെ ഇത്രയും കാലമായിട്ടും തന്റെ സക്സസറെ കാത്തിരിക്കുന്ന 26 മരക്കഷ്ണങ്ങളിലായിട്ട് എഴുതപ്പെട്ടിട്ടുള്ള റോങ്കോ ടാബ്ലറ്റ്സിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. 1864 കണ്ടെത്തിയിട്ടുള്ള ഈ 26 മരക്കഷ്ണങ്ങളിലായിട്ട് എഴുതിയിട്ടുള്ള പ്രാചീന ഭാഷയിലുള്ള ഇത് ഇതുവരെ ഡീകോഡ് ചെയ്യാൻ ആരെ കൊണ്ട് സാധിച്ചിട്ടില്ല. വൺ പീസിലെ പോണോഗ്ലിഫുകൾ നിക്കോ റോബിന് വേണ്ടി കാത്തിരുന്നതുപോലെ ഇന്നും ഈ 26 കഷ്ണങ്ങൾ അതിന്റെ സക്സസർക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. റപ്പാനൂയി എന്ന് പറയുന്ന ഓൾഡ് സിവിലൈസേഷന്റെ ഭാഗമായിട്ടുള്ള ഈ 26 കഷ്ണങ്ങൾ ഇതുകൊണ്ട് അവർ ലോകത്തോട് പറയാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് ഇതുവരെ ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇത് ഭൂമിയെപ്പറ്റി അവരുടെ പഠനങ്ങളാണെന്നും കാലാവസ്ഥയെക്കുറിച്ചുള്ള അവരുടെ നിരീക്ഷണങ്ങളാണെന്നും എല്ലാം പറയപ്പെടുന്നു എന്നുള്ള ഊഹാപോഹങ്ങളല്ലാതെ ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ഉത്തരം ഇതുവരെ ആർക്കും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. 1864 ഈസ്റ്റേൺ ഐലൻഡ്സിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ള ഈ 26 മരക്കഷ്ണങ്ങളിൽ പ്രാചീന ഭാഷകളിൽ എഴുതിയിട്ടുള്ളത് എന്ത് പണ്ടാരമാണെന്ന് തെളിയിക്കപ്പെടാൻ ഇന്ന് ആരെക്കൊണ്ടും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം.